ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ലൈക്ക് ചെയ്യാനും മറക്കണ്ട. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദീപ ഗൗരിയോട് ചോദിച്ചു, നിനക്ക് സാലറി അക്കൗണ്ടിൽ കയറിയില്ലേ? എനിക്കറിയില്ല ചേച്ചി, ഞാൻ നോക്കിയിട്ടില്ല, ഗൗരി പറഞ്ഞു. നിനക്ക് ഫോൺ ഇല്ലാത്തത് കൊണ്ടാ, അല്ലെങ്കിൽ അക്കൗണ്ടിൽ കയറിയ ഉടനെ മെസ്സേജ് വരുമായിരുന്നു, ദീപ പറഞ്ഞു. എനിക്ക് സാലറി അക്കൗണ്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടിൽ നിന്ന് കുറച്ച് കാശ് എടുക്കണം ചേച്ചി. അതിന് നാളെ ലീവ് എടുത്താലോ? ഗൗരി പറഞ്ഞു. അക്കൗണ്ടിൽ നിന്ന് കാശെടുത്ത് ഒരു ഫോൺ വാങ്ങിക്കാൻ നോക്ക്. എങ്കിൽ പിന്നെ കാശെടുക്കാൻ വേണ്ടി ലീവ് എടുക്കേണ്ട കാര്യമില്ലല്ലോ, ദീപ പറഞ്ഞു. ഫോൺ വാങ്ങിക്കാനുള്ള കാശൊന്നും ഇപ്പം ഇല്ല ചേച്ചി. എനിക്ക് അത് മറ്റൊരാവശ്യത്തിനാ. ഇപ്പോൾ ബസ്സിന് പോയി വരാനുള്ള കുറച്ച് കാശ് മാത്രം എടുക്കണം. ഇതുവരെ അച്ഛനോട് യാചിച്ച കാശ് കിട്ടിയിരുന്നത്. ഇനി ചോദിക്കാൻ പറ്റില്ല. 1-ാം തീയതി കഴിഞ്ഞാൽ സാലറി കിട്ടുമെന്ന് അച്ഛനറിയാം, ഗൗരി പറഞ്ഞു. നിന്റെ കാര്യം കഷ്ടം തന്നെയാ. ഈ പ്രായത്തിലുള്ള മക്കൾക്ക് ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്നതും ബസ്സിന് കാശ് കൊടുക്കേണ്ടതൊക്കെ അച്ഛൻ്റെ കടമയാ. അതൊന്നും ചെയ്യാതെ നിന്റെ അച്ഛൻ നിന്നെ ഒരു വയസ്സിനെ കൊണ്ട് കെട്ടിക്കാൻ നോക്കുന്നു, ദീപ പറഞ്ഞു. കടമയൊന്നും ചെയ്തില്ലെങ്കിലും അയാളുമായുള്ള കല്യാണം നടത്താതിരുന്നാലെങ്കിലും മതിയായിരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും പേടിയാവുക ചേച്ചി. എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോന്ന് തോന്നുക. മറ്റൊരു വഴി ഞാൻ കാണാനില്ല. കുറേ എതിർത്ത് നോക്കി. എന്നാൽ അച്ഛനും ഇളയമ്മയും കല്യാണം നടത്തുമെന്ന വാശിയിലാ, ഗൗരി പറഞ്ഞു. തനിയെ എവിടേക്കെങ്കിലും ഓടിപ്പോയിട്ട് എന്ത് ചെയ്യാനാ? അങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും ചെയ്യാതിരിക്ക്. നീ വിളിച്ച് പ്രാർത്ഥിക്കുന്ന നിന്റെ മഹാദേവൻ നിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാകും. അതുപ്രകാരേ എന്തു നടക്കൂ. അല്ലാതെ ആരെന്ത് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല. ഇനി ആ മഹാദേവൻ അയാളുടെ കൂടെ നീ ജീവിക്കണമെന്നാണ് തീരുമാനിച്ചതെങ്കിൽ അത് നീ എത്ര തടയാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല, ദീപ പറഞ്ഞു. ചേച്ചി, എന്നെ പേടിപ്പിക്കാണോ? ഗൗരി ചോദിച്ചു. പേടിപ്പിക്കല്ല. നാളെ ഇനി അങ്ങനെ എങ്ങാനും സംഭവിച്ചാലും നീ അതുമായി പൊരുത്തപ്പെടണമല്ലോ. അതുകൊണ്ട് പറഞ്ഞു പോയതാ, ദീപ പറഞ്ഞു. ഇല്ല ചേച്ചി, എനിക്കതിന് കഴിയില്ല. അതിലും നല്ലത് മരിക്കുന്നതാ, ഗൗരി പറഞ്ഞു. നീ ഇപ്പോൾ വേണ്ടാത്തതൊന്നും ചിന്തിക്കാതെ നല്ലത് തന്നെ നടക്കുമെന്ന് പ്രതീക്ഷിക്ക്. നാളെ നീ അക്കൗണ്ടിൽ നിന്ന് കാശെടുക്കാൻ വേണ്ടി ലീവ് ഒന്നും എടുക്കണ്ട. കുറച്ച് വൈകിയേ വരൂന്ന് പറഞ്ഞാൽ മതി. ബാങ്കിൽ പോയി കാശെടുത്ത ശേഷം ഓഫീസിലേക്ക് വന്നോ, ദീപ പറഞ്ഞു. അത് മാത്രമല്ല ചേച്ചി, എനിക്ക് തുടർന്ന് പഠിക്കണമെന്നുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിക്കുക കൂടി വേണം, ഗൗരി പറഞ്ഞു. എങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ജോലിക്ക് കയറിക്കോ. ഹാഫ് ഡേ സാലറി കിട്ടുമല്ലോ, ദീപ പറഞ്ഞു. അങ്ങനെ ചെയ്യാം, ഗൗരി പറഞ്ഞു. നാളെ ഹാഫ് ഡേ ലീവാണെന്ന് രാജീവിനോട് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ് ദീപ കഴിച്ചെഴുന്നേറ്റു. കൂടെ ഗൗരിയും. ഉച്ചയ്ക്ക് ശേഷം രാജീവ് ഓഫീസിലെത്തി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഗൗരി ലീവ് പറയാനായി പോകാൻ തുടങ്ങിയതും രാജീവ് കുറച്ച് ഫയലുകളെടുത്ത് കൺവെൻഷൻ ഹാളിലേക്ക് പോകുന്നത് കണ്ടു. രാജീവ് മറ്റെന്തോ തിരക്കിലാണെന്ന് മനസ്സിലാക്കി ഗൗരി അവളുടെ സീറ്റിൽ തന്നെ പോയിരുന്നു. ഓഫീസ് ടൈം കഴിഞ്ഞ് പോകാറായിട്ടും രാജീവ് അവൻ്റെ ക്യാബിനിലേക്ക് വന്നില്ല. ഓഫീസിൽ നിന്നിറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ ഗൗരി ദീപയോട് പറഞ്ഞു, രാജീവേട്ടൻ എന്തോ തിരക്കിലാണ്. ചേച്ചി, ഞാൻ ലീവ് പറഞ്ഞിട്ടില്ല. ഇതിൽ ലീവ് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു പേപ്പർ നീട്ടി പറഞ്ഞു. ഇത് നാളെ ചേച്ചി രാജീവേട്ടന് കൊടുക്കുമോ? ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് ദീപ ആ പേപ്പർ വാങ്ങി ബാഗിൽ വെച്ചു. എന്നിട്ട് ചോദിച്ചു, രാജീവേട്ടനോ? നീ ആദ്യമൊക്കെ രാജീവ് സാറെന്നല്ലേ വിളിച്ചിരുന്നത്? അത് ആദ്യം എനിക്ക് അറിയില്ലായിരുന്നു. രാജീവേട്ടൻ മുമ്പ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് താമസിച്ചിരുന്നത്. ഞങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ ഒന്നിച്ച് കളിച്ച് വളർന്നതാ. ചെറുപ്പത്തിലേ ഞാൻ അമ്മ വീട്ടിൽ പോയതുകൊണ്ട് ഞങ്ങൾക്കറിയില്ലായിരുന്നു. രാജീവേട്ടൻ്റെ അമ്മ പറഞ്ഞപ്പോഴാ ഞങ്ങൾക്ക് മനസ്സിലായത്. അതുകൊണ്ടാ ഇപ്പോൾ രാജീവേട്ടാന്ന് വിളിക്കുന്നത്, ഗൗരി പറഞ്ഞു. ഓ, അപ്പം അതാണ് അന്ന് അയാൾ അവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയപ്പോൾ രാജീവ് ഇടപെട്ടതല്ലേ, ദീപ ചോദിച്ചു. എന്നവൾ മൂളി. അവർക്ക് പോകാനുള്ള ബസ് വന്നപ്പോൾ അവർ അതിൽ കയറിപ്പോയി. പിറ്റേന്ന് രാവിലെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് ദേവൻ ഉണർന്നു നോക്കിയപ്പോൾ ദീപയായിരുന്നു. ദേവൻ കോൾ അറ്റൻഡ് ചെയ്ത് ഹലോ എന്ന് പറഞ്ഞപ്പോൾ ദീപ പറഞ്ഞു, ദേവ, മോന് നല്ല പനി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. ഞാൻ വരണോ? ദേവൻ ചോദിച്ചു. വേണ്ട, രവി വന്നിട്ടുണ്ട്, ദീപ പറഞ്ഞു. മോനെ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞിട്ട് വിളിക്കൂ എന്ന് പറഞ്ഞ് ദേവൻ കോൾ കട്ട് ചെയ്തു. ഓഫീസിൽ അന്ന് ഗൗരിയെ കാണാത്തതുകൊണ്ട് രാജീവ് ഒന്ന് പരിഭ്രമിച്ചു. എന്തുകൊണ്ടായിരിക്കും ഗൗരി ഇന്ന് ഓഫീസിൽ വരാതിരുന്നത്? അവളുടെ അച്ഛൻ വിടാത്തതുകൊണ്ടായിരിക്കുമോ? ഫോണുണ്ടായിരുന്നെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിക്കായിരുന്നു.
ഓഫീസിൽ പറയാതെ ലീവ് എടുക്കാൻ പാടില്ലെന്ന് ഇവൾക്ക് അറിയില്ലേ? ദീപ ചേച്ചിയോട് ചോദിച്ചു നോക്കിയാൽ ചിലപ്പോൾ അറിയാൻ കഴിയുമായിരിക്കും എന്ന് ചിന്തിച്ച് രാജീവ് അവൻ്റെ ക്യാബിന് പുറത്തേക്ക് വന്നു. ദീപയുടെ സീറ്റിൽ ദീപയെ കാണാത്തതുകൊണ്ട് ദീപയുടെ അടുത്തിരിക്കുന്ന നാൻസിയോട് രാജീവ് ചോദിച്ചു, ദീപ ചേച്ചി എവിടെ? രാവിലെ വന്നപ്പം മുതൽ ഇവിടെ കാണാനില്ല. രാജീവിനോട് പറയാതെയാണോ ലീവ് എടുത്തിരിക്കുന്നത്? നാൻസി ചോദിച്ചു. ദീപ ചേച്ചി മാത്രമല്ല, ഗൗരിയും ലീവാ. അതും മാനേജർ സാർ അറിഞ്ഞില്ലെന്നുണ്ടോ? അവരുടെയൊക്കെ ഭാവം ദേവനേക്കാൾ വലിയവരാണെന്നാ. അപ്പം പിന്നെ മാനേജരോട് പറയേണ്ട കാര്യമില്ലെന്ന് ചിന്തിച്ചിട്ടുണ്ടാകും, അഞ്ജലി പറഞ്ഞു. രാജീവ് ഒന്നും മിണ്ടാതെ അവൻ്റെ ക്യാബിനിലേക്ക് കയറിപ്പോയി. ഗൗരി ലീവ് എടുത്ത് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്തു കഴിയാൻ വൈകിയതിനാൽ അന്ന് ഫുൾ ഡേ ലീവായിരുന്നു. പിറ്റേന്ന് രാജീവ് ഓഫീസിലേക്ക് വരുമ്പോൾ ഗൗരി അവളുടെ സീറ്റിലിരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ അടുത്തെത്തി രാജീവ് ചോദിച്ചു, ഗൗരി ഇന്നലെ പറയാതെ എന്താ ലീവ് എടുത്തത്? ഞാൻ ദീപ ചേച്ചിയോട് പറഞ്ഞിരുന്നു, ഗൗരി പരിഭ്രമത്തോടെ പറഞ്ഞു. അവർ തന്നെ ഇന്നലെ ലീവാണെന്ന് രാജീവിനോട് പറഞ്ഞിട്ടില്ല. അതുമാത്രല്ല, ലീവ് അവരോടാണോ പറയേണ്ടത്? അവരും ഇവിടെ നിന്നെപ്പോലെ ഒരു സ്റ്റാഫ് മാത്രാ എന്ന് പറഞ്ഞ് അഞ്ജലി അവരുടെ അടുത്തേക്ക് വന്നു. അത് കേട്ട് ദീപ രാജീവിൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, രാജീവ്, ഗൗരി ലീവ് എഴുതി രാജീവിനെ ഇവിടെ കാണാത്തതുകൊണ്ട് എൻ്റെ കയ്യിൽ തന്നിരുന്നു. ഇന്നലെ എനിക്ക് പെട്ടെന്ന് ലീവ് എടുക്കേണ്ടി വന്നു. മോന് പനിയായത് കാരണം. ഞാൻ ആ തിരക്കിലായത് കാരണം രാജീവിനെ വിളിക്കാനും മറന്നുപോയി. സോറി എന്ന് പറഞ്ഞ് ദീപ ഗൗരി എഴുതിയ ലെറ്റർ രാജീവിന് നേരെ നീട്ടി. രാജീവ് അത് വാങ്ങി വായിച്ച ശേഷം അതുമായി അവൻ്റെ ക്യാബിനിലേക്ക് പോയി. രണ്ടിനും ആണുങ്ങളെ വശീകരിക്കാൻ നല്ല കഴിവാണല്ലോ. രാജീവ് ഒന്നും പറയാതെ പോയത് കണ്ടില്ലേ? അഞ്ജലി പറഞ്ഞു. അഞ്ജലി, മര്യാദയ്ക്ക് സംസാരിച്ചോ. ഒരിക്കൽ എൻ്റെ കൈയിൻ്റെ ചൂട് നീ അറിഞ്ഞതാണല്ലോ. വീണ്ടും തരാൻ എനിക്കൊരു മടിയില്ല, ദീപ പറഞ്ഞു. ദീപ ചിലപ്പോൾ തല്ലിയെന്ന് വരുമെന്ന് പേടിച്ച് അഞ്ജലി ഒന്നും മിണ്ടാതെ അവളുടെ സീറ്റിൽ പോയിരുന്നു. അപ്പോൾ ദീപ ഗൗരിയോട് പറഞ്ഞു, സോറി ഗൗരി, മോന് പനിയായതുകൊണ്ട് ഞാൻ ഇന്നലെ വന്നില്ല. നിന്റെ ലീവ് പറയാൻ ഞാൻ മറന്നുപോയി. ലീവ് എടുത്ത് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നടന്നോ? ദീപ ചോദിച്ചു. നടന്നു. എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് വൈകി. അതുകൊണ്ട് ഇന്നലെ ഫുൾ ഡേ ലീവായിരുന്നു, ഗൗരി പറഞ്ഞു. അപ്പോൾ കോഴ്സിന് ചേർന്നോ? ദീപ ചോദിച്ചു. എന്ന് മൂളി അവൾ സന്തോഷത്തോടെ തലയാട്ടി. ഇന്നലത്തെ വർക്ക് കൂടി ഉണ്ടാകില്ലേ ചെയ്യാൻ? വേഗം ചെയ്യാൻ നോക്കിക്കോ എന്ന് പറഞ്ഞ് ദീപ അവിടുന്ന് പോയി. അന്ന് രാത്രി രാഘവനും പങ്കജവും മക്കളും കഴിക്കാനിരിക്കുമ്പോൾ വിളമ്പിക്കൊടുക്കാൻ വന്ന ഗൗരിയോട് രാഘവൻ പറഞ്ഞു, ഈ വരുന്ന ഞായറാഴ്ച കല്യാണം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ശനിയാഴ്ച വരെ കൂടി വേണമെങ്കിൽ ജോലിക്ക് പൊയ്ക്കോ. അന്ന് ഇനി വരില്ലെന്ന് പറഞ്ഞു പോന്നേക്ക്. പിന്നെ രാമകൃഷ്ണൻ വിടുകയാണെങ്കിൽ മാത്രം ജോലിക്ക് പോയാൽ മതി. അടുത്ത മാസം എന്നല്ലേ പറഞ്ഞിരുന്നത്? ഗൗരി ചോദിച്ചു. അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ നീ നിന്റെ എതിർപ്പുകൾ കൂടുതൽ പുറത്തെടുക്കാൻ തുടങ്ങിയില്ലേ? അതുകൊണ്ടാ തീരുമാനം മാറ്റിയത്, രാഘവൻ പറഞ്ഞു. ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ഈ വിവാഹം ഇഷ്ടമല്ല, ഗൗരി പറഞ്ഞു. നീ സമ്മതിക്കും. നിന്റെ അമ്മാവൻ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് വിടുമ്പോൾ നിന്റെ അവിടുത്തെ ചരിത്രങ്ങൾ മുഴുവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്റെ വിളച്ചിലൊന്നും എടുക്കണ്ട. പറയുന്നത് അനുസരിച്ചാൽ മാത്രം മതി, രാഘവൻ പറഞ്ഞു. എന്തു പറഞ്ഞാലും ഞാൻ അതിന് സമ്മതിക്കില്ല, ഗൗരി പറഞ്ഞു. നീ സമ്മതിക്കും. നീ അവിടെ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടുവെന്നും എല്ലാം ഞങ്ങൾക്കറിയാം. ഇനി അതുപോലൊരു പ്രശ്നം ഇവിടെ കൂടെ ഉണ്ടായാൽ പിന്നെ നിനക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി പറയുന്നതനുസരിച്ചാൽ നിനക്ക് തന്നെയാണ് നല്ലത്. ആ രാമകൃഷ്ണന് നിന്റെ ഓഫീസിൽ നിന്ന് അടി കിട്ടിയത് അങ്ങനെയൊന്നും അവൻ മറക്കില്ല. പിന്നെ അവൻ ഒരുപാട് കാശും നിനക്ക് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. അതെല്ലാം കാണിച്ച് പോലീസിലൊരു കംപ്ലൈൻറ്റ് കൊടുത്താൽ പിന്നെ നീ അകത്താ. അത് ഓർക്കുന്നതാ നല്ലത്, പങ്കജം പറഞ്ഞു. നിസ്സഹായയായി അവൾ അവിടെ നിന്ന് കരഞ്ഞു.